ഇന്ന് നമുക്ക് നല്ലൊരു ചിക്കൻ കറി വെക്കാം. വറുത്തരച്ചൊന്നും വെക്കാതെ തന്നെ നല്ല കുറുകിയ ചാറിൽ വളരെ ടേസ്റ്റിയായും വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് നമുക്ക് ഇത് ചിക്കൻ കറി വെക്കുന്നതെന്ന് നോക്കാം. ഇത് അപ്പത്തിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ചിക്കൻ വലിയ പീസുകളാക്കിയാണ് മുറിച്ച് വെച്ചത്. നന്നായിട്ട് ക്ലീൻ ചെയ്ത ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കുരുമുളക് ചതച്ചതാണ് അതും കൂടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ്, ഒരു 1.5 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കോൺഫ്ലവറാണ്. ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർക്കുക. അപ്പം നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. കോൺഫ്ലവർ ഇല്ലെങ്കിൽ നല്ല നൈസായ അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു അരമണിക്കൂർ അങ്ങനെ വെക്കുക. അപ്പോൾ ഇതിലേക്ക് ഉപ്പും മുളകൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരു അരമണിക്കൂർ അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലാക്കുക. ഹാഫ് കുക്കായിട്ട് നമുക്ക് എടുത്താൽ മതി. അപ്പോൾ ഇത് നല്ല ക്രിസ്പി ആകരുത്, നമ്മളിനി കറി വെക്കാനുള്ളതാണ്. ഒരു വശം ഒന്ന് പാകമായി കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കറി വെക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ ചിക്കനൊന്നും ഉടയാതെ തന്നെ നന്നായിട്ട് കിട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ചിക്കൻ കറിക്ക്. അപ്പോൾ 2 വശവും പാകമായി കഴിയുമ്പോൾ ഇതേ പാകത്തിലൊന്ന് നമുക്ക് മാറ്റാം. അപ്പോൾ ഇങ്ങനെ വെക്കാത്തവരൊന്ന് വെച്ച് നോക്കുക. ബാക്കിയുള്ള ചിക്കനും ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തൊക്കെ എടുത്ത് ഇനി നമുക്ക് വേറൊരു പാൻ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ചേർക്കാം. 2-3 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 10 അല്ലി വെളുത്തുള്ളി എല്ലാം കൂടി നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനെല്ലാം കൂടി മിക്സ് ചെയ്ത് അരിഞ്ഞ് വെച്ചതാണ്. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വാടിക്കിട്ടാൻ വേണ്ടി നമുക്കൊന്ന് അടച്ചു വെക്കാം. ഒരു 10 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് വാടിക്കിട്ടും. അപ്പോൾ ഇടയ്ക്കൊന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സവാള വാടിക്കിട്ടും. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. സവാള നന്നായിട്ട് വാടി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എരിവ് കൂടുതൽ ആവശ്യമായിട്ടുള്ളവർക്ക് കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ നമ്മൾ വറുത്തപ്പോൾ കുരുമുളക് പൊടി ചേർത്തുകൊണ്ട് ഇതിലേക്ക് ഞാൻ കുരുമുളക് പൊടി ചേർക്കുന്നില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കുക. നല്ല ബ്രൗൺ കളറാവുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴഞ്ഞതിന് ശേഷം അതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി നല്ല ബ്രൗൺ കളറാക്കുന്നവരെ വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു തക്കാളി ചെറിയ പീസുകളാക്കി അരിഞ്ഞ് അതും കൂടി ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു 10 സെക്കൻഡ് ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി ഒന്ന് വാടിക്കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇത്തിരി വലിയ പീസായിട്ടാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ കഴിക്കാനായിട്ട് അപ്പത്തിൻ്റെയും വെള്ളയപ്പത്തിൻ്റെയും കൂടെ കഴിക്കാൻ ഇതേപോലെയാണ് ഞാൻ തയ്യാറാക്കാവുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുറി തേങ്ങയുടെ തേങ്ങാപ്പാൽ മൊത്തമായിട്ട് പിഴിഞ്ഞെടുത്ത് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ട് തിളച്ചൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ സിമ്മിലാക്കുക. എന്നിട്ട് വളരെ സിമ്മിലിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇനി ബാക്കിയുള്ള വേവെല്ലാം ഈ ചിക്കൻ കറി നന്നായിട്ട് വേവണ്ടേ, അപ്പോൾ നമുക്ക് സിമ്മിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ചാറെല്ലാം നന്നായിട്ട് കുറുകി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. ഇങ്ങനെ ചിക്കൻ വറുത്ത് വെക്കാത്തവരാണെങ്കിൽ ഇങ്ങനെ ചിക്കനൊന്ന് വറുത്ത് വെച്ച് നോക്കുക. നല്ല ടേസ്റ്റാണ് കറിക്ക്.
ഒന്നും കൂടി നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ചാറ് കുറുകി വരണ്ട. അപ്പോൾ അധികം ചാറ് വേണ്ടവർക്ക് ഇതേപോലത്തെ പാകത്തിൽ നമുക്ക് ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്നും കൂടി കുറുകി വരട്ടെ. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചത് നല്ലവണ്ണം എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നല്ല ഫ്രഷായ കറിവേപ്പിലയും കൂടി ചേർത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം. കറി റെഡി ആയിട്ടുണ്ട്. ഇത് പുട്ടിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഇതേപോലെ തയ്യാറാക്കാത്തവരാണ് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നല്ല കുറിയ ചാറോട് കൂടിയ നല്ല അടിപൊളി ഈസി ചിക്കൻ കറിയല്ലേ. അപ്പോൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് കൂടി ചെയ്യുക. നിങ്ങൾ കഴിഞ്ഞ കൊല്ലം എനിക്ക് തന്ന സപ്പോർട്ടിനൊക്കെ നന്ദിയുണ്ട്. എല്ലാവരുടെയും സ്നേഹവും എല്ലാം ഞാൻ അനുഭവിച്ചതാണ്. അതുകൊണ്ട് ഈ വർഷവും എൻ്റെ റെസിപ്പികളെല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഇതുവരെ എനിക്ക് തന്ന സപ്പോർട്ടിന് ഒത്തിരി നന്ദി, ഒത്തിരി സ്നേഹം. ഇനിയും അതുപോലെ തന്നെ തുടർന്നുണ്ടാകണം. എല്ലാവർക്കും നല്ലൊരു പുതുവത്സരം ആശംസിക്കുന്നു. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമുക്ക് അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം.